അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിൻ്റെ കൂട്ടുകാരൻ്റെ ദീനിലാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ നോക്കണം എന്ന് അവിടുന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ ഹബീബ് വേറൊരു സന്ദർഭത്തിൽ പറഞ്ഞു, നല്ലൊരു കൂട്ടുകാരൻ അവൻ്റെ ഉപമ കസ്തൂരി ചുമക്കുന്നവനെ പോലെയാണ്. എന്നാൽ മോശപ്പെട്ട ഒരു കൂട്ടുകാരൻ്റെ ഉപമ പറഞ്ഞിട്ടുള്ളത് ഉലയിൽ ഊതുന്നവനെ പോലെയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് കസ്തൂരി ചുമക്കുന്നവൻ്റെ വിശേഷണങ്ങൾ, അവൻ്റെ സിഫത്തുകൾ പറയുന്നുണ്ട്. കസ്തൂരി ചുമക്കുന്ന ഒരാളാണെങ്കിൽ അവൻ്റെ അടുത്ത് നല്ല വാസനയായിരിക്കും ഉണ്ടാവുക. മാത്രമല്ല, അവൻ്റെ ചാരത്ത് നിന്ന് കഴിഞ്ഞാൽ അവൻ നമുക്ക് നമ്മുടെ ഡ്രസ്സിലോ നമ്മുടെ ശരീരത്തിലോ കസ്തൂരി തേച്ച് തരും. അതല്ലെങ്കിൽ അവൻ്റെ പക്കലിൽ നിന്ന് ആ കസ്തൂരിയുടെ വാസന കേട്ടുകൊണ്ട് നമ്മൾ വാങ്ങും. ഇങ്ങൊരു ചീത്ത കൂട്ടുകാരനെ കുറിച്ച് പറഞ്ഞത് ഉലയിൽ ഊതുന്നവനെ പോലെയാണ് എന്നാ പറഞ്ഞത്. ഉലയിൽ ഊതുന്നവനെ എങ്ങനെയാണെന്ന് അവൻ്റെ സിഫത്തുകൾ പറയുന്നുണ്ട്. ഉലയിൽ ഊതുന്നവൻ്റെ ചാരത്ത് പോയി ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ദുർഗന്ധമാണ് വമിക്കാൻ കഴിയുക. മാത്രമല്ല, നമ്മുടെ ഡ്രസ്സുകളെ അത് കരിയിച്ച് കളയുകയും ചെയ്യും. അതായത്, നല്ലൊരു കൂട്ടുകാരനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നാം അവൻ്റെ നല്ല പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് നാം അവൻ ചെയ്യുന്ന ആ നല്ല പ്രവർത്തനത്തിലേക്ക് നമ്മൾ ആകർഷിച്ചുകൊണ്ട് അത് പ്രവർത്തിക്കാൻ തുടങ്ങും. എന്നാൽ ചീത്ത ഒരാളുടെ കൂടെയാണ് നമ്മൾ സഹവസിച്ചത്, അവനോടാണ് കൂട്ടുകൂടിയത് എങ്കിൽ നമ്മുടെ നന്മകൾ ഓരോന്നോരോന്നായി പോകുമെന്ന് മാത്രമല്ല, അവനിൽ നിന്നുള്ള ആ വേണ്ടാത്ത പ്രവർത്തനങ്ങൾ, വേണ്ടാത്ത വാക്കുകൾ നമ്മളും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഖൈറുകൾ നൽകട്ടെ. അല്ലാഹു നമുക്ക് നല്ല നല്ല കൂട്ടുകാരെ തന്ന് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.